ജൈവ വൈവിധ്യം സംരക്ഷിക്കുവാൻ ഹ്രസ്വ ദീർഘകാല പദ്ധതികൾക്ക് രൂപം നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 5 മുതൽ 10 വർഷം വരെയുള്ള കാലയളവിൽ ഹ്രസ്വ ദീർഘകാല പദ്ധതികൾ നടപ്പാക്കണം. ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കാനായാൽ 2050-നകം നെറ്റ് സീറോ കാർബൺ ബഹിർഗമന സംസ്ഥാനമായി കേരളം മാറുമെന്നും 2030-നകം ജൈവ വൈവിധ്യ സൗഹൃദ സംസ്ഥാനമെന്ന ബഹുമതി സ്വന്തമാക്കാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരിപാലന കർമ്മപദ്ധതി തയ്യാറാക്കുന്നതിനുള്ള സാങ്കേതിക പിന്തുണ ബോർഡ് നൽകുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളിലായി തെരഞ്ഞെടുക്കപ്പെട്ട 46 തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ഇതിനുള്ള പരിശീലനം നൽകിക്കഴിഞ്ഞു. നടപ്പുവർഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 28 ജൈവ വൈവിധ്യ പരിപാലന സമിതികൾക്ക് വേണ്ടിയുള്ള സംസ്ഥാനതല പരിശീലനവും ഇന്നിവിടെ നടന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്.